നിരന്തരമായ ഈ മൊബൈൽ ഉപയോഗം, അതുപോലെ തന്നെ നിരന്തരമായ കമ്പ്യൂട്ടർ ഉപയോഗം വരുമ്പോൾ തലച്ചോറിനകത്ത് ചെറിയൊരു പോയിന്റ് പോലെ അതിരിക്കുന്നു, അത് ഓഫായി പോകുന്ന പറയുന്നത്. അത് ഓഫായി പോയി കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് എല്ലാം നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകുന്നതാണ്. ദാരിദ്ര്യമായ അവസ്ഥയിൽ നീ ജനിക്കുന്നത് നിന്റെ തെറ്റല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ദരിദ്രനായിട്ട് മരിക്കുന്നത് നിന്റെ തെറ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നൊരു ആള് നമുക്കെല്ലാവർക്കും അസാമാന്യമായ ഒരു സ്കില്ലുമായിട്ടാണ് നമ്മളെ വിട്ടേക്കുന്നത്. പ്രസൻറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രശ്നത്തെ മാത്രം ഫോക്കസ് ചെയ്യുമ്പം ഭാവിയിൽ വരാനുള്ള സാധ്യതകളെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വിലക്കുന്നു എന്ന ചിന്തകളാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ഇതാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സ്ട്രഗിളിങ് സ്റ്റേജ് മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്താഗതി മാറ്റണം. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ ഗുരു എന്നല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുരു. നിരന്തരമായ കമ്പ്യൂട്ടർ ഉപയോഗം, ഉറക്കമില്ലായ്മ, ഇതെല്ലാം നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. തലയിലൊരു പോയിൻ്റ് ഉണ്ട്, ആ പോയിന്റിൽ പിടിച്ചു കടന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 8 മണിക്കൂർ ഉറങ്ങേണ്ട ഉറക്കം പോലും നമുക്ക് 3-4 മണിക്കൂർ കൊണ്ട് ഉറങ്ങിയാൽ തന്നെ നമ്മുടെ ഉറക്കം ക്ലിയറാകും. സാർ, ഇപ്പോൾ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലും സ്ട്രെസ് അനുഭവിക്കുന്നത് പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ IT മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഒരു സ്ട്രെസ്ഡാണ്. 24 അവേഴ്സും ലാപ്ടോപ്പിലാണ്. ചില ആളുകൾ ഞങ്ങളുണ്ട്, ഒരു രാത്രിയിലാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരുന്ന് ടൈപ്പ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്ത് കൈയും മനസ്സും എല്ലാം അതിൽ മുഴുകിപ്പോയി. അപ്പോൾ അത്തരത്തിൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾ, ഇപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷൻ വരുമ്പോൾ, ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരാണ് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പുതിയൊരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിഷമമാണ്, ഇവരുടെ ജോലി പോയാലോ, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ഇനി ഡോക്ടർമാരുടെ ആവശ്യമില്ലാതെ വരുമോ, അല്ലെങ്കിൽ സ്ട്രെസ്സ് കാരണം ഒരു ദിവസം 50 രോഗികളെ നോക്കേണ്ടിടത്ത് 100-150 രോഗികളെ നോക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ഇത് നിർത്തിപ്പോയാൽ മതി എന്ന് ആലോചിക്കുന്ന ഒരുപാട് ഡോക്ടർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരവസ്ഥ വരുമ്പോൾ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ആക്ച്വലി രാഹുൽ ചോദിച്ചൊരു ചോദ്യം ഇപ്പോൾ സോഫ്റ്റ്വെയർകാരുടെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പം നമുക്ക് പണ്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുത്തുകുത്തുകളായിരുന്നു, പേപ്പറിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ശരിയല്ല? അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടർ വൽക്കരണം വന്നപ്പോഴത്തേന് നമ്മളെല്ലാവരും പറഞ്ഞത് എല്ലാവരുടെ ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ടാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വന്നു, ഒരുപാട് ചാനൽസുകൾ വന്നു. അന്ന് നമുക്ക് ദൂരദർശൻ എന്ന് പറഞ്ഞൊരു ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഒരുപാട് ചാനലുകൾ വന്നു, അല്ലേ? ഒരുപാട് ചാനലുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്താ പ്രയോജനം കിട്ടിയത്? ഈ സമൂഹത്തിന് ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ഓരോ സാഹചര്യങ്ങൾ വരുന്നതും അതിനർത്ഥം നമ്മളെ വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, അതായത് നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള ഐക്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പിള്ളേരിൽ ഒരിക്കലും അല്ല. അതായത് അപ്പം പ്രപഞ്ചം തന്നെ ഓൾറെഡി ഈ വരുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഈ അവർക്കുണ്ടാകുന്ന കുട്ടികളിൽ പോലും ഈ പ്രപഞ്ചം ആ എനർജറ്റിക്കൽ ലെവലിൽ മാറ്റിക്കൊണ്ടായിരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ 50% മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? അതായത് അതുപോലെ തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിറാക്കിൾ പോലെയാണ്. ഇപ്പം നേരെ മറിച്ച് ഇപ്പോൾ വരുന്ന പിള്ളേരെല്ലാം ഏതാണ്? 100% മാർക്ക്, അല്ലെ 98% മാർക്ക്, 90% മാർക്ക്, അല്ല? ശരിയല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഞാൻ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങളും പല സിറ്റുവേഷൻസ് നമ്മളോട് മുന്നിലൂടെ കടന്നു പോകും. ഇതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് പോയാൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല. ഇപ്പം രാഹുൽ പറഞ്ഞ ചോദ്യത്തിൽ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് നമ്മൾ DNM മോഡൊന്നുമില്ല, അതായത് നിരന്തരമായ കമ്പ്യൂട്ടർ ഉപയോഗം, ഉറക്കമില്ലായ്മ, ഇതെല്ലാം നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. അതായത് ആക്സസിൻ്റെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടാതെ തന്നെ നമ്മുടെ തലയിലൊരു പോയിൻ്റ് ഉണ്ട്, ആ പോയിന്റിൽ പിടിച്ചു കടന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 8 മണിക്കൂർ ഉറങ്ങേണ്ട ഉറക്കം പോലും നമുക്ക് 3-4 മണിക്കൂർ കൊണ്ട് ഉറങ്ങിയാൽ തന്നെ നമ്മുടെ ഉറക്കം ക്ലിയറാകും. കാരണം എന്ന് വെച്ചാൽ സൃഷ്ടിപരമായ കാര്യങ്ങൾ, നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ്, ഉറക്കം, ഇതൊക്കെ കൃത്യമായി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ എന്തും സക്സസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലേ? അതായത് രാവിലെ വരെ സൺഡേ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ചില വ്യക്തികൾ 2-3 മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷം ധാരാളം പൈസയായിട്ട് നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
അവരിലുള്ള ചിന്താഗതികളും നമ്മളിലുള്ള ചിന്താഗതികളും വന്നിട്ടുള്ള വ്യതിയാനം കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനെ നമുക്കെങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ള ചിന്ത ഇല്ലാത്തതാണ് ഇന്ന് രാഹുൽ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കാതലായിട്ടുള്ള ഉത്തരം. ചിന്തകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതായത് എനിക്ക് ഇന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിൽ നിന്ന് പുറത്ത് ചാടുവാനായിട്ട് എന്താണ് മാർഗം. അതുപോലെ തന്നെ നിരന്തരമായ ഈ മൊബൈൽ ഉപയോഗം, അതുപോലെ തന്നെ നിരന്തരമായ കമ്പ്യൂട്ടർ ഉപയോഗം വരുമ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ DNM മോഡ് എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കാം. ഡിഫോൾട്ട് മോണിറ്ററിങ് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മുടെ തലച്ചോറിനകത്ത് ചെറിയൊരു പോയിന്റ് പോലെ അതിരിക്കുന്നത്, അത് ഓഫായി പോകുന്ന പറയുന്നത്. അത് ഓഫായി പോയി കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ്, അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ളത് എല്ലാം നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകുന്നതാണ്. സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്, ഇത് ശാസ്ത്രം തെളിയിച്ചതാണ്. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് ഇങ്ങനെയുള്ളവരുടെ ചിന്താഗതികൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി കരിയറിൽ നിന്നും എല്ലാം നമ്മൾ എന്താവും ഔട്ടായി പോയിക്കൊണ്ടിരിക്കും. ഇന്ന് കോമ്പറ്റീഷൻ ഫീൽഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്പം ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ നമുക്കുണ്ടാകണം. അതായത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആക്സസിൻ്റെ ക്ലാസ്സിന് വന്നൊരു പയ്യനുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പണ്ട് പറഞ്ഞായിരുന്നല്ലോ, അതായത് പിന്നെ ഒരു ആളെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അയാളോട് ഞാൻ കഥ എഴുതാൻ പറഞ്ഞ ഓർക്കുന്നില്ല. ഇന്ന് അദ്ദേഹം സിനിമയിൽ തിരക്കഥ എഴുതുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. അദ്ദേഹം ആക്സസ് കോൺഷ്യസ്നസിനകത്ത് വന്നിട്ട് ഇപ്പം രാഹുലുമായിട്ട് നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പ് എൻ്റെ ക്ലാസ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, ആക്സസ് കോൺഷ്യസ്നസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ഉണ്ടായതിന് ശേഷം അദ്ദേഹം ഇന്നിപ്പം 2-3 തിരക്കഥ എഴുതിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ഒക്കെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഉണ്ട്. ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2 കഥ എഴുതിയിട്ട് അതിൻ്റെ പ്രകാശനം നടക്കാൻ പോവാം ഉടനെ തന്നെ. അപ്പം ഇന്ന് അടുത്തയാഴ്ച മൂകാംബിക്ക് പോയി അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ കൊണ്ട് പൂജിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞ രാഹുലെ, നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്നൊരു ആൾ നമുക്കെല്ലാവർക്കും അസാമാന്യമായ ഒരു സ്കില്ലുമായിട്ടാണ് നമ്മളെ വിട്ടേക്കുന്നത്. പക്ഷേ ഈ സ്കില്ലുകൾ ആരും മനസ്സിലാക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടാണ് ജീവിതത്തിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. നമ്മുടെ ആക്ച്വലായിട്ടുള്ള നമുക്ക് അതായത് എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് സർവശക്തനായ തമ്പുരാൻ എനിക്കും രാഹുലിനും എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ പലരും അതായത് മറ്റു വ്യക്തി പറയുന്ന അഭിപ്രായത്തെയും അവർ പറയുന്ന ചിന്താഗതികളും വെച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കിക്കാണുന്നത്. ആക്സസ് നമ്മളെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ആക്സസ് നമ്മളെ പഠിപ്പിക്കുന്നത് നീ ആരാണ്, നിൻ്റെ ശക്തി എന്താണ്, നിൻ്റെ വൈഭവം എന്താണ്, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ സ്വയം മനസ്സിലാക്കാതെ മറ്റൊരു വ്യക്തികൾക്കും മറ്റൊരു സാഹചര്യത്തിനും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ഡോക്ടേഴ്സിനൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി പേഷ്യൻസ് വരുന്നത് ഭയങ്കര സ്ട്രെസ്സാണ് അവർക്ക്, താങ്ങാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണാൻ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നെ ഇമോഷൻസ് താങ്ങാൻ ഓരോ ആളുകളുടെയും സങ്കടങ്ങളും വിഷമങ്ങളും ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ അവരിങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില പ്രശ്നങ്ങളെ ഇവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ നല്ലൊരു കാര്യമല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മുടെ വിജയത്തിന് വേണ്ടുന്ന ചിന്തകളെ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് നിറച്ചുകൊണ്ടേയിരിക്കണം. ഈ നിറയ്ക്കണമെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ചിന്തകൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ ഇതൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറ്റും, നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാതെ വരും. അതായത് നമ്മൾ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു, ഭാവിയിലുള്ള സാധ്യതകൾ. അതായത് നമ്മളിപ്പോൾ പ്രസൻറ്റിൽ നിൽക്കുമ്പം നമ്മൾ പ്രശ്നത്തെ മാത്രം ഫോക്കസ് ചെയ്യുമ്പം ഭാവിയിൽ വരാനുള്ള സാധ്യതകളെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വിലക്കുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിലക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിലൂടെയും പ്രോസസ്സിലൂടെ ആക്സസ് കടന്നു പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം സക്സസ് ആകാൻ പറ്റും. അതായത് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് എനിക്കൊരു സാറുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റിനറി ഡോക്ടറാണ്. അദ്ദേഹത്തിന് ബൈപ്പാസ് സർജറി കഴിഞ്ഞു. ബൈപ്പാസ് സർജറിക്ക് വേണ്ടി കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മെയിനായിട്ടുള്ള സ്ഥലത്ത് ബ്ലോക്കാണ്. പുള്ളിക്കാരന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് പുള്ളിയുടെ വൈഫ് നിർബന്ധിച്ച് എൻ്റെ ക്ലാസ്സിൽ വന്നത്. രാഹുലെ, ഈശ്വരന് സത്യമായിട്ട് ഞാൻ പറയുകയാണ്,
ഇന്ന് അദ്ദേഹം ഓടിച്ചാടി നമ്മുടെ ക്ലാസ്സിനായിരുന്നു. ഒറ്റ ക്ലാസ് പോലും സാർ അദ്ദേഹം മിസ് ചെയ്യത്തില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുകയില്ല ഇല്ല എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഊർജ്ജങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളും മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തുള്ളൂ. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഉദാഹരണം ബിസിനസ്സുകാരുടെയൊക്കെ കാര്യം വരും. ബിസിനസ്സുകാരൊക്കെ ഇപ്പം നമ്മൾ എല്ലാവരും ഒരു സ്ട്രഗിളിങ് സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പം ഒരു 99% ആൾക്കാർ ഇപ്പം സ്ട്രഗിളിങ് സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ട്രഗിളിങ് സ്റ്റേജ് മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്താഗതി മാറ്റണം. ചിന്താഗതി മാത്രം മാറ്റിയാൽ പറ്റുകയില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഉദാഹരണം ഞാനൊരു ബിസിനസ് ചെയ്യുകയാണ്. ഞാൻ രാഹുലിനോട് സംസാരിക്കാൻ വരികയാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുലിന് എന്നെ ആദ്യം ഇഷ്ടപ്പെടണ്ടേ? വേണ്ടേ? ഇഷ്ടപ്പെടുന്ന രീതി ഞാൻ പെരുമാറാൻ ആദ്യം പഠിക്കണ്ടേ? അതായത് ഞാൻ എങ്ങനെ ചെയ്താലാണ് ആ വ്യക്തി എനിക്ക് അനുകൂലമായി വരുന്നത്? കാരണം നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സ്വഭാവത്തിലും എല്ലാം ഇതുണ്ട്. അതാണ് ആക്സസ് കോൺഷ്യസ് പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ചും കുറ്റം പറയുകയും ആര് പറയുന്നത് കേൾക്കാതിരിക്കാൻ, അത് വെച്ചാൽ നമ്മൾ ഒരാളെക്കുറിച്ച് മോശം പറയുന്നത് ചിന്തിക്കാനും പ്രവർത്തിക്കുകയും അത് ആദ്യമേ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പതിയെ സക്സസ് ഉണ്ടാകും. നമുക്ക് ജീവിതത്തിൽ വേണ്ടുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, വേണ്ടാത്ത വ്യക്തികൾ നമ്മളിൽ നിന്ന് പതിയെ അകന്നു പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതം പതിയെ സക്സസ് ആകും. ചിന്തകളാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ഇതാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരുണ്ട്. ഇപ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞു, IT പ്രൊഫഷണൽസിൻ്റെ കാര്യം പറഞ്ഞു. ഇവരെല്ലാം ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സോഷ്യൽ ലൈഫില്ല. ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് രാത്രിയിലായിരിക്കാം. ഇപ്പോൾ സാറ് പറഞ്ഞു 8 മണിക്കൂർ ഉറങ്ങേണ്ടത് 3 മണിക്കൂർ ഉറക്കാൻ കഴിയുമെന്ന്. പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈല് വേറെയാണ്. ചിലർ രാത്രിയിലാണ്, അല്ലെങ്കിൽ രാത്രി മൊത്തവും പണിയെടുക്കും, പകലും പണിയെടുക്കും, 24 hours പണിയെടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ലൈഫിൽ വേറെ ആരുമായിട്ടും കണക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് പലപ്പോഴും ലഹരി മരുന്നുകൾ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ളൊരു ടെൻഡൻസി, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇതിനെന്തെങ്കിലും പ്രതിവിധി ആക്സസ് ബാർ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് ആക്സസിൻ്റെ ഫസ്റ്റ് നിങ്ങളെല്ലാവരും സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഓൾ ഓഫ് ലൈഫ് കംസ് ടു മീ വിത്ത് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി എന്നാണ് ആക്സസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടണ്ട. മനസ്സിലായോ? നമ്മൾ എന്തിനാ പാതിരാത്രി വരെയൊക്കെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? സന്തോഷത്തോടെ ഇരിക്കാനാണ്, അല്ലേ? ശരിയല്ലേ? ഈ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരോട് എല്ലാവരോടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാപകലും കടന്ന് പണിയെടുക്കാനല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് എല്ലാ സമ്പത്തും സമൃദ്ധിയും സർവ്വ സൗഭാഗ്യങ്ങളും വളരെ സുഗമമായും സന്തോഷത്തോടും സമൃദ്ധമായും മഹത്വത്തോടും ഒഴുകി വരുവാനായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. ശരിയല്ലേ? അതായത് ഇപ്പോൾ IT ഫീൽഡ്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയാം. അതായത് IT ഫീൽഡിൻ്റെ സ്ട്രെസ്ഫുൾ ലൈഫ് വന്നപ്പോഴത്തേനും ഒരു ഹസ്ബൻഡും വൈഫും കൂടി നേരെ കൃഷിയിലേക്ക് കടന്നു. അവരവരുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തി അവർ ആ കൃഷിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അത് കുറച്ച് നാൾ എന്നാലും കൃഷിക്ക് വേണ്ടി കുറച്ച് കഷ്ടപ്പെടണമല്ലോ. ഇന്ന് അവർ നടക്കുന്ന വണ്ടികൾ തന്നെ കണ്ടിട്ടല്ലേ? യൂട്യൂബിനകത്തെല്ലാം കാണാം. അതെ, നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ലാത്ത വണ്ടികളാണ്. അപ്പം നമ്മൾ ഒരിടത്ത് തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നമ്മൾ ബൈ റൂട്ട് എടുക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം സപ്പോസ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് വാഹനങ്ങളും വണ്ടികളും എല്ലാം ഒരുപാടായി കഴിഞ്ഞപ്പം നമുക്ക് നിലവിൽ 2 വരിപ്പാത മതിയായിരുന്നോ? ഇപ്പം 2 വരിപ്പാത 4 വരിപ്പാതയായി, 4 വരിപ്പാത 16 വരിപ്പാതയായി, അല്ലേ? അങ്ങനെ 24 വരിപ്പാത, അങ്ങനെ പാതകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റത്തില്ല എങ്കിൽ അതിന് ബദലായി അതവിടെ നിന്നോട്ടെ, അതിന് ബദലായി നമ്മൾ അടുത്തൊരു സിസ്റ്റം കണ്ടുപിടിപ്പിക്കാനും ആക്സസ് നമ്മൾ പഠിപ്പിക്കും. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ, ഇപ്പോൾ രാഹുൽ ചോദിച്ചില്ല ഇതുപോലെ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഒരു 24 മണിക്കൂർ ജോലി ചെയ്യുവാണ്, സ്ട്രെസ്ഫുൾ ലൈഫിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അതവിടെ നിന്നോട്ടെ. പക്ഷെ അതിനിപ്പുറത്ത് നമുക്ക് പുതിയൊരു വഴി നമ്മൾ വെട്ടുകയാണ്. എന്താണ്? എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ്, എൻ്റെ സൃഷ്ടിപരമായ കഴിവുകൾ ഞാൻ ഉണർന്നു കഴിയുമ്പോഴത്തേനും ആക്ച്വലി ഞാൻ ഏത് രീതിയിലാണ് പോകേണ്ടത് ആ രീതിയിലേക്ക് പോകും. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഈ സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരെയൊക്കെ സാധാരണ അവരെ ഒരു എൻ്റർപ്രനർ ലെവലിലേക്കാണ് മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാതെ അവരെ ഒരു സ്റ്റാഫായിട്ട് തന്നെ നിലനിർത്താനല്ല നമ്മൾ ശ്രമിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു പക്ഷെ എല്ലാവരും നമുക്ക് അങ്ങനെ എൻ്റർപ്രനർ ആക്കാൻ കഴിയുമോ? ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഇല്ലേ? രാഹുൽ, ഇതാണ് ചിന്ത. ഈ ചിന്തയാണ് നമുക്ക് മാറേണ്ടത്. എന്താ രാഹുലെ, എനിക്കും രാഹുലിനും കഴിവില്ല എന്ന് ഞാൻ സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിവുകേടല്ലേ?
അങ്ങനെയാണ് എങ്കിൽ പിന്നെ നമ്മുടെ അംബാനി എന്ന് പറഞ്ഞ ആൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ട് നിന്ന ആൾ അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി പെട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന എങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റുമായിരുന്നു. അപ്പം നമ്മുടെ ചിന്തകളാണ് മാറുന്നത്. ഇതാണ് രാഹുൽ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. ഈ ചിന്തയാണ് നമുക്ക് മാറേണ്ടത്. ഈ ചിന്ത മാറിയാലേ ഉള്ളൂ. നമ്മൾ വലിയ വലിയ ആചാര്യന്മാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ദാരിദ്ര്യമായ അവസ്ഥയിൽ നീ ജനിക്കുന്നത് നിൻ്റെ തെറ്റല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ദരിദ്രനായിട്ട് മരിക്കുന്നത് നിൻ്റെ തെറ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പം നമ്മളെപ്പോഴും ഞാൻ മോശക്കാരനാണ്, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് എൻ്റെ ബിസിനസ് ഉയർക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ബിസിനസ് ഇതിലും നല്ലൊരു മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളും സാഹചര്യങ്ങളും ഒരു ചർച്ചയോ എന്തെങ്കിലും നമ്മുടെ മുന്നിലേക്ക് വരും. അങ്ങനെ വന്നാണ് നമ്മുടെ ജീവിതം നമുക്ക് സക്സസ് ആകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം രാഹുൽ എന്നോട് ചോദിച്ചതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞില്ല സാർ അങ്ങനെ എല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചു. എനിക്ക് ജർമ്മനിയിൽ നിന്ന് ഒരു ഷെഫ് വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിന് വെച്ചാൽ 1 വർഷം മുമ്പ് വന്നതാണ്. അദ്ദേഹം വന്ന സമയത്ത് ഞാൻ വെറും ഷെഫായിരുന്നു. അപ്പോൾ ഷെഫായ സമയത്ത് ഇങ്ങനെ ചെയ്തെല്ലാം കഴിഞ്ഞപ്പം ഒരു 2-3 ദിവസം അടുപ്പിച്ച് എൻ്റെ അടുത്ത് നിൽക്കുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടുന്ന് പോയ സമയത്ത് എന്നോട് സാറേ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ക്യൂഎക്സ് പോലെ ഇട്, എന്നിട്ട് നമ്മൾ ചെറിയ രീതി, അപ്പോൾ ജർമ്മനിലൊക്കെ ഇങ്ങനെ ക്യൂഎക്സ് പോലെ ചെയ്യാൻ പറ്റുമല്ലോ. രാഹുലെ അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹം ഇന്ന് ജർമ്മനിയിൽ ഒരു ഹോട്ടലിട്ട്, നേരെ മറിച്ച് അയാൾ ഷെഫായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ അവിടെ വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി തന്നെ അത് മാറിപ്പോയി. കാരണം എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങൾ പറ്റും. അതാണ് ആക്സസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഈ ആക്സസിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്നാണെന്നറിയാമോ? ഇതിന് നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുരു. അല്ലാതെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ ഗുരു എന്നല്ല. ഇതിൽ തന്നെയാണ് ചേഞ്ചസ്. അതായത് ഗുരു പറയുന്ന പോലെ ചെയ്യണം, ഗുരു പറയുന്ന അത് ചെയ്യണം, ഗുരു പറയുന്ന ഇത് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല ആക്സസ്. ഞാൻ എന്തായി തീരണമെന്നും ഞാൻ എങ്ങനെ രീതി ജീവിക്കണമെന്നും ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുന്നതാണ് ആക്സസ് കോൺഷ്യസ്നസ്. എൻ്റെ അവസ്ഥ എങ്ങനെയായി തീരണം, ഞാൻ എൻ്റെ ജീവിതം ഇതിലും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരണം, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ് അങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെയും പ്രോസസ്സിലൂടെയും കടന്നുപോയി നമ്മൾ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ആക്സസ് കോൺഷ്യസ്നസിലെ ഫൗണ്ടർ ഉൾപ്പെടെ പറയുന്നതാണ്, നമ്മൾ 6 മാസം കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം നമ്മൾ നിൽക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിന് പുറത്ത് നമ്മൾ ചാടിയിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ആക്സസ് കോൺഷ്യസ്നസ് പറയുന്നതാണ്. അതിൻ്റെ അനുഭവമാണ് ഞാൻ. രാഹുലിന് അറിയാമല്ലോ എന്നെ, അതിൻ്റെ അനുഭവമാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന എപ്പോഴും ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഞാൻ മികച്ചവനാണ്, എനിക്ക് കഴിവുള്ളവനാണ്, എനിക്ക് ഈശ്വരൻ സർവ്വ കഴിവുകളും തന്നാണ് എന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്, പക്ഷേ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ രാഹുൽ നമ്മളോട് ആദ്യം ചോദ്യം പോലെ പാസ്റ്റ് ട്രോമാസ്, അതായത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കടങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേണ്ടാത്ത ചിന്തകൾ എന്നിൽ നിന്നും വിട്ടകന്നു പോകണം. നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ജപിച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വരും എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ചെക്ക് ചെയ്ത് നോക്കിക്കോ. നിങ്ങളിതെല്ലാം ചെയ്യും, രാവിലെ മുതൽ വൈകുന്നേരം ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേനും പറയും ഇതെനിക്ക് എന്നെക്കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് ചിന്തിക്കും. പക്ഷേ ആക്സസ് നമ്മുടെ ഈ ചിന്തയാണ് ആദ്യം മാറ്റുന്നത്. എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള ചിന്തകൾ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, കോൺഷ്യസ് മൈൻഡ് പറയുന്നത് മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യത്തുള്ളൂ. അതായത് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു അത് തഥാസ്തു എന്നാണ് പറയുന്നത്. സാമ്പത്തികപരമായ കാര്യമാവട്ടെ, മാനസികപരമായ കാര്യമാവട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായി തീരും എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണം, എൻ്റെ ജീവിതം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, എൻ്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെട്ടതാകണം, എനിക്ക് ഈ ഭൂമിയിൽ വന്നിട്ട് എൻ്റേതായ ഒരു മാർക്ക് ഇവിടെ വരച്ചിട്ട് പോകാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ എഫേർട്ടുകളാണ് ഇടേണ്ടത്, ലഘുവായി സുഖവുമായി സന്തോഷത്തോടെ സമൃദ്ധമായി മഹത്വത്തോടെ ഒഴുകുവരാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതാണ് ആക്സസ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ആക്സസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. ഇന്ന് ലോകത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബിസിനസ്സുകാരും അതുപോലെ തന്നെ പ്രൊഫഷണൽസുകളെ, അത്ലറ്റ്സുകളെ ഒക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ആക്സസ് കോൺഷ്യസ്നസ്.